പപ്പയ്ക്കും മമ്മിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടായിരിക്കണം. ഇപ്പോൾ തോറ്റാലും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഗ്ലോറിയ പോൾ. ഇതെൻ്റെ മമ്മി റെയ്നി. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ പുറത്ത് 6 വർഷം MBBS അർമേനിയയിലെ എറവാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് വന്നതാണ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. എൻ്റെ മമ്മി ഞാൻ 4th ഇയറിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഞാനൊരു അങ്ങനെ വലിയ പഠിപ്പൊന്നുമല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ ഏത് എക്സാം എഴുതിയാലും അതിലേതിലൊരു വിഷയം എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഏറ്റവും കൂടുതൽ അത് പോകുന്നത് ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല, ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ മറന്നുപോകും. ഞങ്ങൾക്ക് അവിടെ MCQ ആണ് എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പം എൻ്റെ ടെൻഷൻ കാരണം ഞാൻ പെട്ടെന്ന് എല്ലാം മാർക്ക് ചെയ്ത് ഞാനൊക്കെ തെറ്റിക്കും. അപ്പോൾ 4th ഇയർ വരെ ഞാൻ ഏത് എക്സാം എഴുതിയാലും ഒരെണ്ണം ഏതിലൊരു സബ്ജക്റ്റ് ഞാൻ ഫെയിലാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും 6th ഇയറിൽ ഞങ്ങൾക്ക് ഒറ്റ അറ്റംപ്റ്റേ ഉള്ളൂ, ആ ഒറ്റ അറ്റംപ്റ്റ് പാസ്സായില്ലെങ്കിൽ നമ്മൾ 1 ഇയർ ബാക്ക് ആവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ച് എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എങ്ങനെ 6th ഇയർ പാസ്സാവുന്നതെന്ന്. അങ്ങനെ എൻ്റെ മമ്മി 4th ഇയർ എൻ്റെ ആയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ ഒരു എക്സാമും ഞാൻ ഫെയിലായിട്ടില്ല. എൻ്റെ 6th ഇയറിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാ നല്ല മാർക്കോടെ തന്നെ ക്ലിയർ ചെയ്തു. 6th ഇയറിൽ ഞങ്ങൾക്ക് 3 മെയിൻ സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്, സർജറി, മെഡിസിൻ, ഗൈനക്കോളജി. അപ്പം ഞാൻ എൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് എല്ലാത്തിനും ആവറേജ് ഒരു 8 തരണേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ സർജറിയുടെ എക്സാം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് പേര് ഫെയിലായി. എന്നിട്ട് ഞാൻ മാതാവിനോട് എനിക്ക് 8 തരണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാർ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് 7 ഉണ്ടായിരുന്നുള്ളൂ സർജറിയുടെ ആവറേജ്. അപ്പം ഞാൻ മാതാവിനോട് അയ്യോ മാതാവേ സോറി, ഇത്രയും പേരെ ഫെയിൽ അയച്ചിട്ട് മാതാവ് എനിക്ക് ഇത്രയും മാർക്ക് തന്നിട്ട് എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്, എനിക്ക് 7 മതി, ഞാനിതിൽ ഹാപ്പിയാണ്, എൻ്റെ വീട്ടിലുള്ളവർ ഹാപ്പിയാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഗ്രേഡ് ബുക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ സർജറിക്കും എൻ്റെ ഗൈനക്കോളജിക്കും മെഡിസിനും 8-9 മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തുടങ്ങി എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഞാൻ എന്നും എൻ്റെ ഫ്രണ്ട്സിനായാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കും, എണ്ണ കൊടുക്കും. ഞങ്ങൾ എക്സാമിന് പോണേക്കാൾ മുമ്പും ഞങ്ങൾ വെഞ്ചിട്ട് തൈലം പൂശിയിട്ടാണ് ഞങ്ങൾ പോവാറ്. ആ ഒരു വിശ്വാസത്തിൽ തന്നെ മമ്മിക്ക് ഉടമ്പടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഇവിടെ വന്ന് FMG നമ്മുടെ ലൈസൻസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ പോയി മമ്മിയുടെ ഉടമ്പടി ഉണ്ടല്ലോ ഇപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ പോയി മമ്മിയുടെ ഇന്ന് തൈലവും ഉപ്പും കാശുരൂപമൊക്കെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പോയത്. ഫസ്റ്റ് തവണയും സെക്കൻഡ് തവണ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ പാസ്സാവുമായിരിക്കും, അല്ലെങ്കിൽ മാതാവ് എന്നെ പാസ്സാവുമെന്ന്. എക്സാമിന് തലേ ദിവസം മുമ്പ് തന്നെ ഞാൻ അവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങി, അച്ഛൻ്റെ കാശ് തന്ന കാശ് രൂപം എല്ലാം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാം എനിക്ക് ഈസി ആയിരുന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ മമ്മിനോട് പറയുകയും ചെയ്തു മാതാവ് പാസ്സാക്കിക്കോളും, കുഴപ്പമില്ലായിരുന്നു ഞാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് സാധാരണ ഞാൻ ചൊവ്വാഴ്ചത്തെ ധ്യാനം ചൊവ്വാഴ്ച തന്നെ കൂടാറില്ല, ആഴ്ചയിൽ ഏതിലൊരു ദിവസമേ കൂടാറുള്ളൂ. പക്ഷേ എക്സാം കഴിഞ്ഞ് പിറ്റേ ആഴ്ച വന്ന ചൊവ്വാഴ്ച തന്നെ ഈ ചൊവ്വാഴ്ച ധ്യാനം ഞാൻ കൂടി. ആ ധ്യാനത്തിൽ അച്ഛൻ തോൽവിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ തോൽക്കുന്നത് നിങ്ങളുടെ ഉടമ്പടി തെറ്റിയിട്ടല്ല, മാതാവിനോട് എടുക്കാനാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് മാതാവ് എനിക്ക് വേണ്ടി പറയണതായിരിക്കില്ല, അച്ഛൻ വേറെ ആർക്കെങ്കിലും വേണ്ടി പറയണതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇത് ഞാൻ മമ്മിയോട് പറയുകയും ചെയ്തു. ഉച്ച കഴിഞ്ഞ് ഞാൻ പോയി കിടന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിയതാണ്. എന്നാലും സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് അച്ഛൻ എന്നെ മാത്രം ബ്ലെസ് ചെയ്യുന്നില്ല, വേറെ എല്ലാവരും ബ്ലെസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിനോട് പറഞ്ഞു, മമ്മി ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടേ. അപ്പോഴും മമ്മി പറഞ്ഞു നീ ഇത് ആലോചിച്ച് കിടന്നിട്ടായിരിക്കും നീ ഈ സ്വപ്നം കാണേണ്ടത്. അത് കഴിഞ്ഞ് വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു, ഞാൻ ഫെയിലായിരുന്നു. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥന എത്തിക്കില്ല, പള്ളി പോകത്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും ഞാൻ ഫെയിലാണ്. എനിക്ക് ഭയങ്കര സങ്കടം, മാതാവ് എന്നെ ഉപേക്ഷിച്ചു, ഈശോ ഞാൻ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് 1 മാസത്തോളം ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി ഞാൻ ചെയ്തതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ഈശോയോട് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ 30 ദിവസം അടുപ്പിച്ച് ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലി. ചൊവ്വാഴ്ച ശനിയാഴ്ച മാത്രമല്ല, എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉപവാസം എടുത്ത് ഞാൻ ചെയ്തതിന് മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി.
ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തായാലും മാതാവിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി. പക്ഷേ ആ റിസൾട്ട് എന്തായാലും തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഞാനത് സഹിക്കും. പക്ഷെ ഇവരത് സഹിക്കത്തില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്തു. കഴിഞ്ഞ ജാനുവരി 12 എക്സാം. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. അവരോടൊക്കെ റിസൾട്ട് എനിക്ക് സന്തോഷത്തോടെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയ ജാനുവരി 29 ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പപ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കണം എൻ്റെ റിസൾട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. എൻ്റെ എക്സാം കൊല്ലത്തായിരുന്നു. എക്സാമിന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡെയിലി ബ്രെഡ് ഞാൻ വചനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥനയിൽ കൂടാറുണ്ട്. ആ വചനം എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയ വചനമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് ഇങ്ങനെ ഒരു വചനം തരുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാലേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ അന്ന് കാലത്ത് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ വചനം, അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ എൻ്റെ കരുണ കാണിക്കും. സെഫാനിയ 2:23 ഈ ഒരൊറ്റ വചനത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ അന്ന് പരീക്ഷയ്ക്ക് പോയത്. എൻ്റെ പരീക്ഷ ഈ കഴിഞ്ഞ 2 പരീക്ഷ ചെയ്തതിനേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയും, ഞാൻ എഴുതിയ പേപ്പറിൽ എനിക്ക് പാസ്സാവാനുള്ള മാർക്കില്ല. ആദ്യത്തെ സെക്ഷൻ ഫസ്റ്റ് മോർണിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, എനിക്ക് കൂടി പോയ 10-9 മാർക്ക് കിട്ടും. ടോട്ടൽ 150 വേണം 2 സെക്ഷനും കൂടെ പാസ്സാവണമെങ്കിൽ. അതെനിക്ക് എന്തായാലും കിട്ടത്തില്ല. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ ചിലപ്പോൾ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ സാധാരണ 10 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. ഇത് കറക്റ്റ് 7ാമത്തെ ദിവസം ഞങ്ങളുടെ റിസൾട്ട് വന്നു. ഈ 7 ദിവസവും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ ആരാധനയ്ക്ക് പോയി, ഞാൻ കൊന്ത ചൊല്ലി, ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലി, എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 7ാമത്തെ ദിവസം ഇപ്പോൾ റിസൾട്ട് വന്നു വൈകുന്നേരം. അത് ഒട്ടും വിചാരിച്ചില്ലായിരുന്നു 7ാമത്തെ ദിവസം റിസൾട്ട് വരും. ഇത്രയും നാളങ്ങനെ വന്നിട്ടുമില്ല. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് റിസൾട്ട് നോക്കാൻ പറ്റിയില്ല. ഇനി ഒരു ഫെയിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നെനിക്കറിയത്തില്ല. എന്നേക്കാൾ കൂടുതൽ എൻ്റെ പാരൻസ് എന്ത് ചെയ്യും, എൻ്റെ അനിയത്തിമാർ എല്ലാവർക്കും ഭയങ്കര സങ്കടം, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് റിസൾട്ട് നോക്കണമെന്ന് നോക്ക്. ഞങ്ങൾ പ്രെയർ ഹാളിലിരുന്ന് തിരി കത്തിച്ചിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങളുടെ റിസൾട്ട് നോക്കി. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ എന്നെ മാതാവ് എന്നെ പാസ്സാക്കിയത്. അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആ എക്സാം പാസ്സായിന്ന്. അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയത്. ഈ ഒരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം എല്ലാ പുറത്ത് മെഡിക്കൽ സ്റ്റുഡൻസിനും അറിയാം ഈ FMG പരീക്ഷ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പരീക്ഷ പാസ്സായില്ലെങ്കിൽ നമ്മൾ ഇത്രയും 6 വർഷം പഠിച്ചതിൽ ഒരു വാല്യൂ ഇല്ല. +2 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മുടെ വാലിഡ് ആയിട്ടുള്ളൂ. എല്ലാവരും പറയും നിങ്ങൾ പുറത്ത് പോയി മെഡിസിൻ പഠിച്ചു അതുകൊണ്ടാണ്. പക്ഷേ അതിൽ നമ്മളിട്ട എഫേർട്ടും ഒന്നും ആർക്കും കാണാനില്ല. എല്ലാവർക്കും എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനോടും ഈശോയോടും 1000 കോടി നന്ദി പറയുകയാണ്. പിന്നെ ഇത് മാത്രമല്ല, ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആണെങ്കിലും ഞാൻ എപ്പോഴും കൊന്ത ചെല്ലാറില്ല. ഞാൻ എപ്പോഴും എളുപ്പപ്പണിയാണ്. കരുണക്കൊന്ത ചെല്ലും. എത്ര കരുണക്കൊന്ത വേണമെങ്കിലും ഞാൻ ചെല്ലും. കാരണം എണ്ണം കൂട്ടാലോ, ഇത്ര കരുണക്കൊന്ത ചെല്ലിയെന്ന് പറയാമല്ലോ, 5 മിനിറ്റോടെ കാര്യം കഴിയും. അപ്പോൾ കരുണക്കൊന്തയാണ് ഞാൻ കൂടുതലും ചെല്ലാറ്. ജപമാല കൃത്യമായിട്ട് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ജപമാല പഠിച്ചു. ഒരു ദിവസം 4-5 ജപമാലയും കരുണക്കൊന്തയൊക്കെ വെച്ച് ഞാൻ ചെല്ലാൻ പഠിച്ചു. ബൈബിള് വായിക്കാൻ തുടങ്ങി. എന്നേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസം എടുക്കാൻ തുടങ്ങി. ബൈബിള് വായിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനമായാലും മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ മമ്മി ഇങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ ഒരു വേറെ രീതിയിലുള്ള പ്രൊമോഷനല്ലേ, എന്തിനാ മമ്മി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വന്ന് പത്രം വാങ്ങി എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും പള്ളിയിൽ പത്രം വെറുതെ ആരെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതും എടുത്ത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ടും പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുക, മീൻസ് വഴികേടിലുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യാൻ മാതാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം
3-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങളിൽ നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം മുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. 17-ഉം 18-ഉം തിരുവചനങ്ങളിൽ നാം കാണുന്ന നമ്മോട് ഈശോ സംസാരിക്കുന്ന തിരുവചനങ്ങളാണിത്. ഇന്ന് ഗ്ലോറിയ പോൾ എന്ന മകള് തൻ്റെ FMG എക്സാമിനേഷൻ, അതായത് MBBSൻ്റെ ലൈസൻസ് എക്സാം, ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. തനിക്ക് അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്, തനിക്കത് കിട്ടിയില്ലെങ്കിൽ താൻ ഏത് സർട്ടിഫിക്കറ്റിന് മാത്രം ഉടമയാകുന്ന ഒരു വ്യക്തി. ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മകള് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാര്യവും അതിനു മുൻപും തൻ്റെ മമ്മിയുടെ ഉടമ്പടിയിലൂടെ തനിക്ക് 4th ഇയർ തൊട്ട് എക്സാമൊക്കെ ക്ലിയറാക്കാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് മമ്മിയുടെ ഉടമ്പടിയിൽ തന്നെ നിന്നാൽ മതിയല്ലോ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഇന്ന് പരീക്ഷയ്ക്കൊക്കെ കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ തന്നെ ഉടമ്പടി എടുക്കണം. 18 വയസ്സ് കഴിഞ്ഞ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, അവർ തന്നെ ഉടമ്പടി എടുത്ത് അവർ തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹബന്ധം, വ്യക്തിബന്ധം സ്ഥാപിക്കേണ്ടത്. അങ്ങനെ ദൈവവുമായിട്ട് തങ്ങൾക്കുള്ള ഈ വ്യക്തിബന്ധത്തിൻ്റെ ഈ ഒരു അടിത്തറ അത് അവരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് തുടർന്നുള്ള ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് അതിന്മേൽ ആ ഭവനം കെട്ടിപ്പടുക്കപ്പെടുന്നത്. അതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കുട്ടികൾ തന്നെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മോട് പറയാറുള്ളത്. അങ്ങനെ ഇന്ന് തനിക്ക് പിന്നീട് താൻ ഉടമ്പടി എടുക്കുന്ന കാര്യവും, എന്നാൽ ഒരു വിഷമസന്ധി വരുമ്പോൾ താൻ ഫെയിലായപ്പോൾ ഉടമ്പടി പിന്നെ ഒന്നുമില്ല. എന്നാൽ നാം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ നാം ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് ദൈവം നമ്മെ അറിയുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ കൂടെ നമ്മെ അച്ഛൻ്റെ പ്രബോധനങ്ങളിലൂടെ പറയാറുണ്ട്. നാം ഫ്രോഡാണോ, നാം എങ്ങനെയാണ് എന്നുള്ളത് ഹൃദയമറിയുന്ന ദൈവം ഈ മകളെ കാണുന്നു. 1 മാസത്തിന് ശേഷം തനിക്ക് തന്നെ താൻ ചെയ്ത കാര്യം ശരിയല്ല, തൻ്റെ ഒരു പരീക്ഷയല്ല ഉടമ്പടി നിയോഗമായിട്ട്, ആ നിയോഗമല്ല പ്രത്യേകതയായിട്ട് താൻ കാണേണ്ടതെന്ന് ഈ മകൾക്ക് ബോധ്യങ്ങൾ കിട്ടുകയാണ്. അതുകൊണ്ടാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് യെശയ്യാ 1:19 പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ ഈ മകൾ തന്നെ വിലയിരുത്തി പിന്നീട് അങ്ങോട്ട് എത്രമാത്രം തീഷ്ണതയോടെ തൻ്റെ ജീവിതം മുമ്പോട്ട് പോയി താൻ ഏറ്റുപറയുകയാണ്. തനിക്ക് തെറ്റുപറ്റിയത് ഏറ്റുപറഞ്ഞ് അതിനുള്ള തൻ്റെ ജീവിതത്തെ ഒരു മാറ്റമായിട്ട് തനിക്ക് തന്നെ പല കാര്യങ്ങൾ താൻ തന്നെ ബോധ്യപ്പെട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പിന്നീട് ഈശോയുമായിട്ട് വളരെ ഇഴുകിച്ചേർന്നുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നു. കരുണക്കൊന്ത ചൊല്ലിയിരുന്ന താൻ പിന്നീട് 3-4 കൊന്ത ജപമാല പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു. തിരുവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളായിട്ട് ഈ മകൾ കാണുകയാണ്. അങ്ങനെ തൻ്റെ റിസൾട്ടിനൊക്കെ പിന്നീട് എങ്ങനെയാണ് ഈശോ ഏറ്റവും വലിയ ഒരു ദാനമായിട്ട് തന്നെ തനിക്ക് തൻ്റെ റിസൾട്ട് കിട്ടുവാനായിട്ടിടയായി. ഇന്ന് താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എസെക്കിയേൽ 36-26 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശിലാഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് നൽകും. ഈ ഒരു പുതുപ്പിറവി ഇതാണ് ഇവിടെ ഉടമ്പടിയിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളിലും അതുപോലെ നമ്മിൽ ഓരോരുത്തരിലും സംഭവിക്കേണ്ടതും അതുതന്നെയാണ്. അങ്ങനെ ഇന്ന് ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു യുവതലമുറ ഉടമ്പടിയിലൂടെ സംജാതമാകുന്നു. നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ കൃപയാൽ നിറയപ്പെടുകയാണ്. ഈ മക്കളൊക്കെയാണ് ഇനി മുമ്പോട്ട് അവരുടെ ജീവിതത്തിൽ അവരാണ് ഭാവി തലമുറ. അപ്പോൾ അവരിൽ കുടുംബം ഈ ദൈവത്തെ ചേർത്ത് നിർത്തിയുള്ള
ഒരു ജീവിതം അവർ തുടങ്ങുമ്പോൾ തീർച്ചയായും ആ അടിത്തറ ബലവത്താണ്. അതിന് മാറ്റം, അതിനെ ഇളക്കം തട്ടുകയില്ല. അത് ഭൂമി കുലുങ്ങിയാലും അതുപോലെ വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റൂതിയാലുമൊക്കെ ഉറച്ച അടിസ്ഥാനത്തിന്മേൽ അത് മുൻപോട്ട് പോകും. നമുക്ക് ഈ കൃപകളെല്ലാം നമുക്ക് നൽകി നമ്മെ കൂടുതൽ ബോധ്യമുള്ളവരാക്കുന്ന ഉടമ്പടി ജീവിതത്തിന് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ